ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസ്. മെറ്റയിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നവരാണെങ്കിൽ കോമ്പറ്റീറ്റർ അനാലിസിസ് നിങ്ങൾ ചെയ്യാനായിട്ട് മെറ്റാഡ്സ് ലൈബ്രറി എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ കോമ്പറ്റീറ്റർ ചെയ്യുന്ന എല്ലാ ആഡ്സുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കോമ്പറ്റീറ്ററിൻ്റെ മാർക്കറ്റ് സ്ട്രാറ്റജിയൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ ആഡ്സ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സിൽ ഏതൊക്കെയാണ് കോമ്പറ്റീറ്റർ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാനും അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നോക്കി കാണാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് എന്തെങ്കിലും ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ട്രാക്ക് ചെയ്യണം, ഇവൻറ്റ്സുകൾ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ടാഗ് മാനേജർ എന്ന ആ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ ടൂളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് GA4 അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി ആ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വെബ്സൈറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും അത് വെബ്സൈറ്റ് അനാലിസിസിന് വേണ്ടിയിട്ടും ഈ പറയുന്ന 2 ടൂൾസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിനി SEO ലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് കീവേഡ് പ്ലാനർ അല്ലെങ്കിൽ സംരക്ഷണം എന്ന് പറഞ്ഞ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കീവേഡുകൾ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാവുന്നതാണ്. പിന്നെ സെർച്ച് വോളിയം, അതോടൊപ്പം തന്നെ അതിൻ്റെ കോമ്പറ്റീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കോമ്പറ്റീറ്ററിൻ്റെ വെബ്സൈറ്റിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്ന ടൂൾസുകൾ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാപ്പലൈസർ എന്ന് പറഞ്ഞ ടൂൾസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെ അസിസ്റ്റൻറ്റ് ലെസി എന്ന് പറഞ്ഞ ടൂളുണ്ട്. ആ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോമ്പറ്റീറ്ററിനെ സ്റ്റഡി ചെയ്യാവുന്നതാണ്.